സബ്സ്ക്രൈബേഴ്സ് എന്താണെന്ന് അറിയാൻ പാടില്ല. നമ്മുടെ ചാനലിലേക്ക് മാത്രം ഒരു മനുഷ്യനും മൈൻഡ് ചെയ്യുന്നില്ലല്ലോ. ഇത്തവണയെങ്കിലും ഒന്ന് മൈൻഡ് ചെയ്യടാവേ. ഇത് നമ്മുടെ റിജൻസ് പാർക്കിൻ്റെ പാർട്ട് 2 വീഡിയോ ആട്ടോ. അങ്ങനെ ഒരു ലോഡ് പൊട്ടത്തരവും ഒരു കുന്നുമണ്ടത്തരമുള്ള ഞാനും ബുദ്ധിമാനായിട്ട് അഭിനയിക്കുന്ന എൻ്റെ കെട്ടിയോനും ഈ പാർക്കിൻ്റെ ഉള്ളിൽ ഒരു മെയ്സ് റണ്ണ് നടത്തി അവസാനം എത്തിപ്പെട്ടത് ദാ ഈ ഫൗണ്ടൈൻ്റെ മുന്നിലാണ്. ഹാവൂ അവളുടെ ഒക്കെ ഒരു ഗമ നോക്ക്. അങ്ങനെ അവിടുന്ന് പിന്നെയും കുറെ നടന്നു. പക്ഷെ നടത്തം വെറുതെ ആയില്ല കേട്ടോ. ദാ ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലേക്കും അതിന്റെ സൈഡിൽ കുറേ ട്രീസും ഉള്ള ഒരു സ്ഥലത്തെത്തി. ഈ ലേക്കിൽ ബോട്ടിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അതിനൊന്നും പോയില്ല. സൈഡിൽ ഇങ്ങനെ നിന്ന് കാണാൻ തന്നെ എന്തു ഭംഗിയാ. ഈ ലേക്കിൻ്റെ ഉള്ളിൽ കുറേ അരയന്നങ്ങളുണ്ട്. ഇവിടെ വെച്ച് ഞാൻ എൻ്റെ അനിയൻ്റെ ഡിക്റ്റോനെ കണ്ടുപിടിച്ചു. കാര്യം സാധിക്കാൻ വേണ്ടി മാത്രം അവൻ ഓടി വന്ന് ചേച്ചീന്നൊരു വിളിയുണ്ട്. അതുപോലായിരുന്നു ഈ പെണ്ണും പിള്ളേ. ഫുഡ് കിട്ടാൻ വേണ്ടി മാത്രം ഞങ്ങളുടെ അടുത്ത് വന്ന് കൊഞ്ചുമായിരുന്നു. അയ്യോ, ഇപ്പോഴാണ് ഞാൻ ഓർത്തെ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ടുലിപ്പിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? ഈ ചെടിയിൽ നിന്ന് നമ്മൾ പൂ പറിച്ചാൽ നമ്മളെ ജയിലിലിടുമെന്നൊക്കെയാണ് പറയുന്നത്. ഇവിടുത്തെ എന്തോ നിയമമാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഈ ലേക്ക് ക്രോസ് ചെയ്തു. പറയാണ്ടിരിക്കാൻ പറ്റില്ല, നടക്കാൻ മടിയുള്ള ഞാൻ എന്തോരം നടന്നു. ലേക്കിന് ഇപ്പുറം വന്നപ്പോഴാണ് ഒരു ഫാമിലീനെ കണ്ടത്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എന്താണെന്നറിയോ? പണ്ട് ഉത്സവപ്പറമ്പിൽ അച്ഛനും അമ്മയും അപ്പുറം ഇപ്പുറം നിന്ന് എന്നെ അനിയനെ സെൻറ്ററിൽ നടത്തിക്കൊണ്ട് പോണതാ. അങ്ങനൊന്നും ഇവരെ തട്ടിക്കൊണ്ട് പോകാനൊന്നും സമ്മതിക്കില്ല കേട്ടോ. ഇവർക്ക് എല്ലാവർക്കും ഇവർ നമ്പറൊക്കെ ഇട്ടിട്ടുണ്ട്. റീജൻസ് പാർക്കിന്റെ ഭംഗി കാണാൻ ഇനിയും കുറേ ഉണ്ട്. പക്ഷെ ഞാനിവിടെ വെച്ച് നിർത്തുക കേട്ടോ. നടന്ന് കാല് വയ്യാണ്ടായിരിക്കണു. അപ്പം എങ്ങനെയാ? സബ്സ്ക്രൈബ് ചെയ്യല്ലേ? എനിക്കറിയാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാവേ. ബൈ.